സംസ്ഥാനത്ത് സ്വർണത്തിന് മോഹവിലയായി. വില 1,00,000 കടന്നു. ഗ്രാമിന് 220 രൂപയും പവന് 1,760 രൂപയുമാണ് കൂടിയത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 12,700 രൂപയിലും പവന് 1,16,000 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. അതേസമയം 18 കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് 180 രൂപ ഉയർന്ന് 10,440 രൂപയിലെത്തി. ഈ വർഷം ജനുവരിയിൽ 57,000 രൂപ മാത്രമായിരുന്ന വിലയാണ് വർഷാവസാനം ലക്ഷം ഭേദിച്ചത്. ഈ മാസം 15-ന് രേഖപ്പെടുത്തിയ പവന് 99,280 രൂപയും ഗ്രാമിന് 12,410 രൂപയും എന്ന റെക്കോർഡാണ് പഴങ്കഥയായത്. ചാഞ്ചാട്ടത്തിന് ശേഷം തിരിച്ചുവരവിന്റെ പാതയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ ഗ്രാമിന് 100 രൂപയും പവന് 800 രൂപയും ഉയർന്നിരുന്നു. ഡിസംബർ തുടക്കത്തിൽ വൻ കുതിപ്പിന് ശേഷം സ്വർണ്ണവില പിന്നീട് താഴ്ന്നിറങ്ങുകയും തിരിച്ചു കയറുകയുമായിരുന്നു. ഡിസംബർ 12-ന് ഒറ്റയടിക്ക് 1,400 രൂപ ഉയർന്ന് വീണ്ടും 97,000 കടന്ന് കുതിച്ചുയർന്നു. വീണ്ടും കുതിപ്പ് തുടർന്ന് 15-ന് 99,000 കടന്ന് പുതിയ നാഴികക്കല്ലിലെത്തിയതിനു ശേഷമാണ് ചാഞ്ചാട്ടമുണ്ടായത്. ജനുവരി 22-നാണ് പവൻ വില ആദ്യമായി 60,000 കടന്നത്. 31-ന് പവൻ ഒറ്റയടിക്ക് 960 രൂപ ഉയർന്ന് 61,000 രൂപയെന്ന പുതിയ ഉയരത്തിലെത്തി. ഫെബ്രുവരി 1-ന് 1 പവൻ സ്വർണത്തിന് 61,960 രൂപയായിരുന്നു വില. 4-ന് 800 രൂപ ഉയർന്ന് 62,000 രൂപ പിന്നിട്ടു. തൊട്ടു പിന്നാലെ 5-ന് 760 രൂപ ഉയർന്ന് 63,000 രൂപയും കടന്നു. പിന്നീട് 11-ന് 640 രൂപ ഉയർന്ന് 64,000 രൂപയെന്ന പുതിയ നാഴികക്കല്ലും പിന്നിട്ടു. മാർച്ച് 1-ന് പവന് 63,440 രൂപയിലാണ് വ്യാപാരം ആരംഭിച്ചത്. പിന്നീട് കയറ്റിറക്കങ്ങൾക്കൊടുവിൽ 14-ന് 65,000 രൂപയും 18-ന് 66,000 രൂപയും 31-ന് 67,000 രൂപയും ഏപ്രിൽ 1-ന് 68,000 പിന്നിടുകയായിരുന്നു. 10 ദിവസങ്ങൾക്ക് ശേഷം ഏപ്രിൽ 11-ന് 69,000 രൂപയും പിന്നാലെ 12-ന് 70,000 രൂപയും പിന്നിട്ടു. ഏപ്രിൽ 17-ന് ഒറ്റയടിക്ക് 840 രൂപ ഉയർന്ന സ്വർണ്ണവില 71,000 രൂപ പിന്നിട്ടു. 21-ന് 72,000 രൂപ പിന്നിട്ട സ്വർണ്ണവില 22-ന് ഒറ്റയടിക്ക് 2,200 രൂപ ഇടിഞ്ഞ് 74,000 എന്ന നാഴികക്കല്ലിലെത്തി. മെയ് 15-ന് 68,880 രൂപയിലേക്ക് ഇടിഞ്ഞ സ്വർണ്ണവില പിന്നീട് വർദ്ധിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 7 ദിവസത്തിനിടെ ഏകദേശം 3,000 രൂപ വർദ്ധിച്ച് വീണ്ടും സ്വർണ്ണവില 72,000 കടന്ന് കുതിക്കുകയായിരുന്നു. ജൂൺ 14-ന് ഗ്രാമിന് 25 രൂപയും പവന് 200 രൂപയും വർദ്ധിച്ച സ്വർണ്ണവില ഗ്രാമിന് 9,320 രൂപയും പവന് 74,560 രൂപയും എന്ന ചരിത്രവിലയിൽ എത്തിയിരുന്നു. പിന്നീട് താഴേക്ക് പോയ സ്വർണം ചാഞ്ചാട്ടങ്ങൾക്കൊടുവിൽ വീണ്ടും റെക്കോർഡിലേക്ക് കുതിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.